വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പലരുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അകത്ത് ഭയങ്കരമായ ധൈര്യം വേണം. പ്രശ്നങ്ങൾ വരുമ്പോൾ എത്രയോ പേരാണ് പിന്മാറ്റത്തിൽ പോകുന്നത്. അതിന് കാരണം അവരുടെ അകത്ത് ഉത്തമ ബോധ്യമില്ല. വചനത്തിന്റെ വേര് അവിടെ ഇറങ്ങണം. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ബന്ധിക്കപ്പെടുമ്പോഴേ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെയും അതുപോലെ അവനിൽ നിന്ന് വരുന്ന കാര്യങ്ങളുടെയൊക്കെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കളായിട്ട് നമുക്ക് ഒരു ജനിതകപരമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ? ഇതിനാണ് DNA കോഡ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ മുടി ചുരുണ്ടതാണെങ്കിൽ അതുപോലെയുള്ള മുടി, കണ്ണ് അതുപോലെ തന്നെ കിട്ടുന്നു, ചിലപ്പോൾ സ്വഭാവങ്ങൾ അതുപോലെ കിട്ടുന്നു. ആ ഒരു കണക്ഷൻ, ഒരു ജനിതകപരമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കുണ്ടാവുകയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചവരായി തീരുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ അതേ സ്വഭാവങ്ങൾ, അതേ രീതികൾ, അതേ ചേഷ്ടയാണ് പറിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവനെപ്പോലെ സഹനമുള്ള, അവനെപ്പോലെ ക്ഷമയുള്ള, അവനെപ്പോലെ സ്നേഹമുള്ള, അവനെപ്പോലെ കരുണയുള്ള എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ തന്നെ ആയിരിക്കുന്ന സ്വഭാവ ശ്രേഷ്ഠതകൾക്ക് നമുക്കും യോഗ്യരായി തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ക്രിസ്തുവുമായിട്ട്, യേശുവുമായിട്ടുള്ള എന്താ പറയുക, ഒരു വലിയ ബന്ധത്തിലേക്കായിത്തീരുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ്റെ അതേ സ്വഭാവങ്ങൾ പകർന്ന് ഒഴുകുവാനായിട്ട് തുടങ്ങും. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഒരു കീ സ്പോൺസറാണ്. തിരുവനന്തപുരത്ത് നിന്ന് നാസീറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൻ ആസിഫിൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷുഗർ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ ആയിഷയ്ക്ക് വിദേശത്ത് നല്ല ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടും സ്ഥലവും വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, നാസീർക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും നല്ല ആരോഗ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ, ഈ വിഷയത്തിൻ്റെ മേലെല്ലാം വന്നു ചേരട്ടെ. അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. അതോടൊപ്പം തന്നെ നാളെയാണ് നമ്മുടെ മെയിൻ ചില മീറ്റിംഗ് നടക്കുന്നത്. ബാംഗ്ലൂർ വെച്ച് ദ ഗ്യാദറിംഗ് എന്ന് പറയുന്ന മീറ്റിംഗ് നടക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നാളെ വൈകിട്ട് നടക്കുന്ന, ദുബായിൽ വെച്ച് നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്ത് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ അതിശക്തമായ വിധത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദയവായി അവിടേക്ക് കടന്നു വരിക. ശനിയാഴ്ച നമുക്ക് എൻകൗണ്ടർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഖത്തറിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരെയും കർത്താവ് വിശേഷമായ കൃപയാലും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജൂൺ 25 തേഴ്സ്ഡേ. ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിൽ ആ പേജ് എടുത്താൽ കിട്ടും. കറേജ് ടു സ്റ്റാൻഡ്. നിൽക്കുവാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് 1 Corinthians 16 and verse 13 പറയുന്നത്, ബി ഓൺ യുവർ ഗാർഡ്, സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്, ബി കറേജസ്, ബി സ്ട്രോങ്. മലയാളത്തിൽ ഇങ്ങനെയാണ് 1 Corinthians 16:13 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. വാവ്, വളരെ ശക്തമായ ചില നിർദ്ദേശങ്ങളാണ്. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഉണർന്നിരിപ്പിൻ, ഉറങ്ങരുതെന്ന്. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, വിശ്വാസത്തിന് പിന്മാറ്റത്തിൽ പോകരുതെന്ന്. പുരുഷത്വം കാണിപ്പിൻ എന്ന് വെച്ചാൽ ആണത്വം കാണിക്കാൻ, നാട്ടെല്ലാം ഉണ്ടാവണോ ഇത് ആത്മീയ കാര്യങ്ങൾക്ക്. ശക്തിപ്പെടുവിൻ, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഡെക്ലറേഷൻ നോക്കുക. ഐ സ്റ്റാൻഡ് ഫിയർലെസ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഭയം കൂടാതെ നിർഭയം ഞാൻ നിൽക്കുന്നു. ഗോഡ്സ് സ്ട്രെങ്ത് അപ്ഹോൾഡ്സ് മീ അഗൈൻസ്റ്റ് എവറി ചാലഞ്ച്.
എല്ലാ വെല്ലുവിളികൾക്കുമെതിരെ ദൈവത്തിൻ്റെ ശക്തി എന്നെ താങ്ങി നിർത്തുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കണേ, ടിക്കിടണേ. അപ്പോൾ നമുക്ക് കറേജ് ടു സ്റ്റാൻഡ്. എല്ലാവരും തന്നെ ഈ സമയത്ത് ഇത് കാണുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഫോക്കസ് വേർഡ് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. എന്താണത്? കറേജ് ടു സ്റ്റാൻഡ്. നിൽക്കുവാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം. എല്ലാവരും ടൈപ്പ് ചെയ്യുക. കാണുന്ന എല്ലാവരും ടൈപ്പ് ചെയ്യുക പ്ലീസ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് വഴങ്ങുന്ന ഏത് ഭാഷയിലും നിങ്ങൾക്ക് അന്യഭാഷയിൽ മാത്രം ടൈപ്പ് ചെയ്യരുത്. നമ്പർ 1, courage is needed because opposition is real. ഒരു ദൈവ പൈതലിന് ധൈര്യം വേണമെന്ന് പറയാൻ കാരണം ഇതാണ്. ഓപ്പോസിഷൻ ഈസ് റിയൽ. എതിർപ്പ് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ധൈര്യം അനിവാര്യമാണ്. എതിർപ്പ് യാഥാർത്ഥ്യമായതുകൊണ്ട് ധൈര്യം അനിവാര്യമാണ്. ടൈപ്പ് ചെയ്യുക, എഴുതുക, എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. അതായത് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, പൊതുവെ നമ്മുടെ ലൈഫിൽ വിവിധ രീതിയിലുള്ള ഓപ്പോസിഷൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നല്ലൊരു തീരുമാനമെടുത്ത് നോക്കി, പലതും അതിനെതിരെ വരും. ഏറ്റവും കൂടുതൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടുന്നത് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ്. ചെയ്തു നോക്ക്. നിങ്ങൾ ഇതുവരെ ഒരു എതിർപ്പും ആരിൽ നിന്നും നേരിട്ടിട്ടില്ലെങ്കിൽ, എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്ന നല്ല കാര്യമൊന്നും ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി നോക്ക്, എതിർപ്പുകൾ വരും, പല സ്ഥലത്തുനിന്ന് വരും. ഇപ്പോൾ ഒരാൾ മദ്യപാനിയാണ്, മദ്യപാനം നിർത്തിയെന്നിരിക്കട്ടെ, ഒത്തിരി പേർക്ക് വലിയ സന്തോഷമായി അയാൾ മദ്യപാനം നിർത്തിയാണ്. പക്ഷേ ഈ മദ്യപാനം നിർത്തുമ്പോൾ കൂടെ കുടിച്ചിരുന്ന കുറേ പേരുണ്ട്. അവരവിടെ എടാ ചുമ്മാ എന്താ ഈ കാലത്ത്, എടാ ആണുങ്ങളാണെങ്കിൽ ഇതൊക്കെ കഴിച്ചിരിക്കണം, നീ ഇവിടെ വാ, വിളിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരും. എല്ലാത്തിനും പല അഭിപ്രായങ്ങളുള്ളവർ കാണും. ഞാൻ പറയുവാണ്, ഈ ലോകത്തിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് എല്ലാ രീതിയിലും ഇങ്ങനെ പോയാൽ വലിയത് ആ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോകും. എന്നാൽ ഒരാൾ ഇതെല്ലാം നിർത്തി മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനയിലേക്ക് തിരിയാണെന്നിരിക്കട്ടെ. ഓ മൈ ഗോഡ്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, സഭയിൽ പ്രശ്നം, സമുദായത്തിൽ പ്രശ്നം, നാട്ടുകാരിൽ പ്രശ്നം, വീട്ടുകാരിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. കാരണം അവരിൽ ഒരാളായിരുന്നു, അവരെ പോലെ പാപം ചെയ്ത ഒരാൾ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരുമ്പോൾ അവരെ പരിഹസിച്ച്, ഓ നിന്റെ ഒരു ഭക്തി, നീ പോടലോടെ ഇപ്പോൾ സ്വർഗത്തിൽ പോകും, ഈ ബൈബിൾ എടുത്ത്, ഓ ഒരു പുണ്യവാളൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ലോകം. വെല്ലുവിളികൾ ഉണ്ടാകും. വെല്ലുവിളികൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകും. സ്പിരിച്വൽ ലൈഫ് റിക്വയേഴ്സ് അലേർട്ട്നെസ്. ഈ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഉണർന്നിരിക്കുക. ബി വാച്ച്ഫുൾ. ജാഗ്രതയോടുകൂടി ഇരിക്കുക. എപ്പോഴും അലേർട്ടായിരിക്കണം. എപ്പോഴും ഉറങ്ങാൻ പാടില്ല. അതിനൊരു കാര്യമുണ്ട്. ഈ ശരീരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ ആത്മാവിന് ഉറക്കം ആവശ്യമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്യാമോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തത്. ആത്മാവിന് ഉറക്കം ആവശ്യമില്ല. ശരീരത്തിന് ഉറക്കം ആവശ്യമാണ്. 8 മണിക്കൂർ ഉറങ്ങണം, 9 മണിക്കൂർ ഉറങ്ങണം, 10 മണിക്കൂർ ഉറങ്ങണം, ഒരു ദിവസം ഫുള്ള് കിടന്ന് ഉറങ്ങണമൊക്കെ എന്നൊക്കെയാണ് ചിലരുടെ ആഗ്രഹം. ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ റെഗുലറായി നമുക്ക് എല്ലാ രാത്രികളിലും നോർമലി രാത്രികളിൽ ഉറങ്ങുന്നു. ചിലർക്ക് രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്. US കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ ഇവിടെ രാത്രിയിലിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഷിഫ്റ്റ് സമ്പ്രദായമുള്ള കമ്പനികളൊക്കെ കാണുമല്ലോ. അവിടെയൊക്കെ ചിലപ്പോൾ രാത്രി വർക്ക് ചെയ്യും, പകൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഓവർനൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ചിലപ്പോൾ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ ഓടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നോർമലി ഒരു മനുഷ്യൻ രാത്രിയിൽ ഉറക്കമാണ്, പകൽ ഉണർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഈ രാത്രിയിൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു റീസെറ്റ് ബട്ടണാണ്. അത് റീബൂട്ടിംഗ് ആണ്, അല്ലേ? റിഫ്രഷ്മെൻറ്റ് ബട്ടണാണ്. അതിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ തുടങ്ങി നമ്മുടെ ശരീരം മുഴുവൻ ഇത്രയും സമയം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച് എനർജി റീകൂപ്പ് ചെയ്ത് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ പറയാം, ഒരു ദിവസം നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടൊരു മന്ദഗതിയിലായിരിക്കും ഞാനിരിക്കുന്നത്. മൈൻഡൊന്നും ഷാർപ്പാവില്ല, കുഴഞ്ഞു പോകും. കാരണം അത് ദൈവം എന്നാൽ ആത്മാവിന് ഇതിൻ്റെ ആവശ്യമില്ല. ആ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ഉണർന്നിരിപ്പിൻ.
നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആത്മാവിന് ഉണർന്നിരിക്കാൻ സാധിക്കും. കാരണം അത് സ്പിരിറ്റ് ആയതുകൊണ്ട് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അകത്ത് നമ്മുടെ വിശ്വാസത്തെ വല്ലാത്ത രീതിയിൽ ചോർത്തിക്കളയുന്ന സമ്മർദ്ദങ്ങൾ പലതും വരും. ഉദാഹരണത്തിന് പെട്ടെന്ന് ഫിയർ വരും. സാഹചര്യങ്ങൾ നമുക്കെതിരെ തിരിയുന്ന സമയത്ത് ഫിയർ അകത്തോട്ട് കയറി വരും, ഭയം. അതുപോലെ നമ്മളെ കോംപ്രമൈസ് ചെയ്യാൻ, സത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൽ നിന്നും കോംപ്രമൈസ്ഡ് ലൈഫ്, ഒരു എഗ്രിമെൻ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവുക. ഡിസ്കറേജ്മെൻറ്റ് വരാം നമ്മുടെ ലൈഫിലേക്ക്, ഡിസ്ട്രാക്ഷൻ വരാം, നിരുത്സാഹം വരാം, നമ്മെ ശ്രദ്ധ പതറിപ്പിക്കാം, ഇൻറ്റിമിഡേഷൻ വരാം. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വരാം. ചില വചനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തരികയാണ്. നമ്പർ 1, 1 Peter chapter 5 verse number 8. 1 Petrus 5:8. ബി അലേർട്ട് ആൻഡ് ഓഫ് സോബർ മൈൻഡ്. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ എന്ന് വെച്ചാൽ അതിന് കാരണമൊക്കെ അവിടെ പറഞ്ഞില്ലേ. ഈ നിങ്ങളെ പ്രതിയോഗിയായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഏത് വിശ്വാസിയെ വിഴുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നടക്കുക. ആരെ വീഴ്ത്ത, ആരെ കടിച്ചു കീറാം. അങ്ങനെ ഒരു പ്രതിയോഗി, അത് അങ്ങനെ ഒരു അഡ്വേഴ്സറി, അങ്ങനെ ഒരു ശത്രുവുണ്ട് വിശ്വാസികൾക്ക്. മത്തായി 26:41 വാച്ച് ആൻഡ് പ്രേ. ഒരാൾ പറഞ്ഞു വാച്ച് ആൻഡ് പ്രേ. വാച്ച് നോക്കി പ്രാർത്ഥിക്കും. വാച്ച് നോക്കി പ്രാർത്ഥിക്കാനല്ല, വാച്ച് ആൻഡ് പ്രേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉണർവോടുകൂടി പ്രാർത്ഥിക്കുക. ഗെത്സമൻ തോട്ടത്തിൽ വെച്ചാണല്ലോ കർത്താവ് പറയുന്നത്. കർത്താവ് മണിക്കൂറുകൾക്ക് ശേഷം ക്രൂസിൽ കയറാൻ പോവുക. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ആവശ്യമുണ്ട്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ശിഷ്യന്മാരെ. ചില മണിക്കൂറുകൾക്ക് ശേഷം തങ്ങളുടെ യേശുവിനെ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിച്ചുകൊണ്ട് പോയി. ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടും ഇതൊന്നും തലയിൽ നിൽക്കുന്നില്ല. അവരൊക്കെ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. ചോദ്യം ഇത്രയൊക്കെ ഉള്ളൂ, നീ ഈ കാലത്ത് തന്നെയല്ലേ രാജാവാകാൻ പോകുന്നത്, ഞങ്ങൾ മന്ത്രിയാകാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ശിഷ്യന്മാരെല്ലാം കിടന്ന് കൂർക്കം വലിച്ചുറങ്ങി. കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഉറങ്ങിക്കളഞ്ഞു. പല പ്രാവശ്യം കർത്താവ് അവസാനം പറഞ്ഞു, ഒരു മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? നെഹെമ്യാ chapter 4 verse number 9. നെഹെമ്യാവിന്റെ പുസ്തകം 4:9. We prayed and posted a guard. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെ കാവൽക്കാരെ നിയമിച്ചു. കാരണം അറ്റാക്സ് വന്നുകൊണ്ടിരിക്കും, മതിൽ പണി നടക്കുക, ഭയങ്കരമായ അറ്റാക്ക് വരുന്നു. വി പ്രേഡ് ആൻഡ് പോസ്റ്റഡ് എ ഗാർഡ്. പ്രാർത്ഥിച്ചു, ആദ്യം പ്രാർത്ഥിച്ച് കാവൽക്കാരെ നിയമിച്ചു, ശത്രുക്കളെതിരെ അലേർട്ട് ആയിട്ട്. സോ കറേജ് ഗ്രോസ് വെൻ ബിലീവേഴ്സ് സ്റ്റേ സ്പിരിച്വൽ അവേക്ക്. ഒരു സഭയിലെ വിശ്വാസികളെല്ലാം ആത്മീയമായി നല്ല ഉണർന്നിരിക്കുകയാണെങ്കിൽ അവരുടെ ധൈര്യം വളർന്നുകൊണ്ടിരിക്കും. പല സ്ഥാപനങ്ങളുടെയും മുമ്പിൽ സെക്യൂരിറ്റി ഗാർഡിനെ ആക്കിയിട്ടുണ്ടായിരിക്കും. ഫാക്ടറികൾ, അതുപോലുള്ള ബാങ്കോ, അങ്ങനെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെന്നിരിക്കും. ഏറ്റവും കൂടുതൽ അയാൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴായിരിക്കും? രാത്രിയായിരിക്കും. കാരണം രാത്രിയാണ് എല്ലാവരും കെയർലെസ് ആകുന്നത്, ഉറങ്ങുന്നത്. ആ സമയത്താണ് കള്ളന്മാരോ അതിക്രമിച്ച് കയറുന്നവരോ ഒക്കെ വരാൻ സാധ്യതയുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ വാച്ച്ഫുൾനെസ് പ്രൊട്ടക്ട്സ് വാട്ട് ഈസ് വാല്യുബിൾ. ഈ ഉണർന്നിരിക്കുവാണെങ്കിൽ, ജാഗ്രതയോടുകൂടി ഇരിക്കുവാണെങ്കിൽ ഏറ്റവും വിലയുള്ളത് സംരക്ഷിക്കപ്പെടും. ജ്വല്ലറി, ബാങ്ക്, ഇവിടെയൊക്കെ വിലപ്പെട്ട പലതും അതിൻ്റെ അകത്തിരിക്കുക. അപ്പോൾ വാച്ച്ഫുൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ആ സമയത്ത് ആ വാച്ച്മാൻ അവിടെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്പർ 2, സ്റ്റാൻഡിങ് ഫേം റിക്വയർസ് കൺവിക്ഷൻ. ഉറച്ചു നിൽക്കണമെങ്കിൽ ഉത്തമമായ ബോധ്യം അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ. എ പേഴ്സൺ വിത്തൗട്ട് കൺവിക്ഷൻസ് ഈസ് ഈസിലി മൂവ്ഡ് ബൈ പ്രഷർ ആൻഡ് ഒപ്പീനിയൻ. ആരാണ് വിശ്വാസത്തിൽ വേവർ ചെയ്യുന്നത്, ആടിപ്പോകുന്നത്? ശരിക്കും അകത്ത് ഒരു ഉത്തമ ബോധ്യം ഉണ്ടാകണം. പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുമെന്ന് അറിയുന്നു. അറിഞ്ഞാണ് വിശ്വസിച്ചത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് ദൈവത്തെയാണ് ഞാനിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്? ആരാണ് യേശു? ആരാണ് പിതാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ഈ 3 പേര് എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളിലൊരു ഉത്തമ ബോധ്യം, ആ ദൈവം ഏതവസ്ഥയിലും എന്നോടൊപ്പം ഉണ്ടായിരിക്കും, എന്നെ അവൻ ഉപേക്ഷിച്ച് കളയില്ല
എന്ന ആ കൺവിക്ഷൻ അകത്തുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഉറച്ചു നിൽക്കാൻ സാധിക്കും. പ്രഷർ വരുമ്പോൾ, വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പലരുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അകത്ത് ഭയങ്കരമായ ധൈര്യം വേണം. പ്രശ്നങ്ങൾ വരുമ്പോൾ എത്രയോ പേരാണ് പിന്മാറ്റത്തിൽ പോകുന്നത്. അതിന് കാരണം അവരുടെ അകത്ത് ഉത്തമ ബോധ്യമില്ല. വചനത്തിൻ്റെ വേര് അവിടെ ഇറങ്ങണം. ഡാനിയൽ റിമെയിൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ബാബിലോൺ. ഒരു വിദേശ രാജ്യത്ത് വിഗ്രഹാരാധനയും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച സാധനങ്ങൾ, ആഹാരമൊക്കെ കൊടുക്കുന്ന ഒരു അന്യദേശത്ത് ജാതികളുടെ മധ്യത്തിൽ ഡാനിയേലും തൻ്റെ ഫ്രണ്ട്സും വളരെ വിശ്വസ്തരായി നിന്നു. അതിന് കാരണം അവരുടെ അകത്തറിയാം ഏത് ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവം ഒരാപത്തിൽ വിടുവിച്ചാലും ഇല്ലേലും മറ്റൊരു ദൈവം ഇല്ലാത്തത് കൊണ്ട്, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ വിശ്വാസം വിട്ട് മാറുകയില്ല. അത് ഞങ്ങളുടെ ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, വിശ്വാസികളുടെ മധ്യത്തിലാണെങ്കിലും അവിശ്വാസികളുടെ മധ്യത്തിലാണെങ്കിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഏക സത്യ ദൈവത്തെയാണ് എന്ന് അകത്തറിയാം. ഈ ഒറ്റ കാരണത്താലാണ് ആദിമ ക്രിസ്ത്യാനികൾ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ, അവര് ഭയങ്കരമായ പീഡനങ്ങൾ വന്നപ്പോഴും ഉറച്ചു നിന്ന്. അവർക്കറിയാം ഈ പീഡനങ്ങൾ ഞാൻ അങ്ങ് മരിച്ചു പോവുകയാണെന്നിരിക്കട്ടെ, പിന്നെ എൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ലല്ലോ, വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളത്. കൊന്നാൽ, അങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കൊന്നതാണ് സ്റ്റീഫൻ അഥവാ സ്തെഫാനോസ്. അതിനുശേഷം കൊന്നുകൂട്ടിയിട്ടുള്ള ക്രൈസ്തവർക്ക് കണക്കില്ല. ചരിത്രത്തിലെ കാര്യം പറയുന്നത് മിക്കവാറും ഇങ്ങനെ പീഡനങ്ങളിൽ കൊല്ലുന്നതിന് മുമ്പ് ഒരു ഓഫർ കൊടുക്കും. യേശുവിനെ അങ്ങ് തള്ളി പറഞ്ഞാൽ നിന്നെ അങ്ങ് വെറുതെ വിട്ടേക്കാം, മാത്രമല്ല വേണമെങ്കിൽ പ്രൊമോഷൻ തന്നേക്കാം, ഒരു കടയിട്ട് തരാം, ഒരു ബിസിനസ് തുടങ്ങിത്തരാം. ഇതൊക്കെ രാജാവിൻ്റെ ഓഫറാണ്, വേണമെങ്കിൽ സംഭവിച്ചു. ഇവർ പട്ടിണിയും പരിവട്ടവുമായിട്ട് എന്നും പീഡനങ്ങളുമായിട്ടുള്ളവരെ ഇങ്ങനൊരു ഓഫർ കിട്ടിയ സാധാരണ ആരെങ്കിലും വിട്ടുകളയും. പക്ഷെ ഇവർക്കറിയാം ഇപ്പം ഞാൻ മരിച്ചാൽ അതൊരു ഭയങ്കര പ്രിവിലേജാണ്. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും വേണ്ട, നിങ്ങൾ കൊല്ലണോ കൊന്നോ. അങ്ങനെ അവരെല്ലാം നിന്നു കൊടുത്തു. അങ്ങനെ ഇവരെല്ലാം കൊന്നു. ആ സമയത്ത് ഒത്തിരി പേരെ അടിച്ചു കൊന്നു, വാളിന് കൊന്നു, ക്രൂശിൽ കൊന്നു, മൃഗങ്ങളുടെ മുമ്പിലിട്ട് കൊടുത്തു. കുറേ പേരെ തോല് ചുറ്റി വെയിലത്തിട്ട് തോല് വരിഞ്ഞ് മുറുകി ടൈറ്റായി അസ്ഥികളൊക്കെ ഒടിഞ്ഞ് അതിനകത്ത് മരിച്ചു. ചിലരെ മേൽ മുഴുവൻ തുണി ചുറ്റി അതിൽ എണ്ണ ഒഴിച്ചിട്ട് കാൻഡിലിന് പകരമായിട്ട്, എന്നുവെച്ചാൽ മെഴുകുതിരിക്ക് പകരം ഡിന്നർ പാർട്ടികളിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ കത്തിച്ചു വെച്ചു. എന്നിട്ട് അവർ ഉല്ലസിച്ച് മദ്യം കഴിച്ച് സല്ലപിച്ച് പോയി. ഇതൊക്കെ ചരിത്രത്തിൽ നടന്നു. പക്ഷെ ഇവരാരും ഇത്രയും വലിയ അഗ്നിശോധന അല്ലെങ്കിൽ മരണത്തെ മുമ്പിൽ കണ്ടിട്ടും ഇവരാരും വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. എന്തുകൊണ്ട്? അവരുടെ അകത്തൊരു ഉത്തമബോധ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാൻ നേരെ അവൻ്റെ മുഖം കാണും, ഒരിക്കലും മരണമില്ലാത്ത സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ചാഞ്ചാട്ടമില്ല. പെട്ടെന്ന് ചില വചനങ്ങൾ കുറിക്കുക. എഫെസ്യ ലേഖനം 6:13 സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, ഉറച്ചു നിൽക്കാൻ. സങ്കീർത്തനങ്ങൾ 16:8 ഐ വിൽ നോട്ട് ബി ഷേക്കൺ, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. 2 തെസ്സലോനിക്കർ 2:15 സ്റ്റാൻഡ് ഫേം ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് ടു ദ ടീച്ചിങ്സ്, നിങ്ങൾ ഉറച്ചു നിന്ന് കേട്ട ഉപദേശത്തിൽ അത് വചനത്തിൽ മുറുകെ പിടിക്കുക. അങ്ങനെ സ്ട്രോങ് ഫൗണ്ടേഷൻസ്, ശക്തമായ അടിസ്ഥാനങ്ങൾ പ്രൊഡ്യൂസ് സ്റ്റഡി ലൈഫ്സ്, ഉറപ്പുള്ള ജീവിതങ്ങളുണ്ടാവും. നമ്പർ 3, കറേജ് ഈസ് സ്ട്രെങ്ത് ഡയറക്റ്റഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നയിക്കപ്പെട്ട ശക്തിയാണ് ധൈര്യം. ബി കറേജിയസ്, ബി സ്ട്രോങ്. ധൈര്യമായി നിൽക്കുക, ശക്തരായി നിൽക്കുക. ബിബ്ലിക്കൽ കറേജ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ. ധൈര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഭയം ഒട്ടുമില്ല എന്നല്ല എൻ്റെ അർത്ഥം. അയാളൊരു ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുമ്പോൾ ഭയം എന്ന് പറയുന്ന സാധനം അയാൾക്കില്ല എന്നർത്ഥമാകണമെന്നില്ല. ഇറ്റ് ഈസ് ചൂസിങ് ഒബീഡിയൻസ് ഡെസ്പൈറ്റ് ഫിയർ. ഭയം അകത്ത് വന്നിട്ടും ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിക്കുന്നതാണ് ധൈര്യം. നോർമലി
ഒരാളുടെ മുമ്പിൽ ഒരാൾ തോക്കുമായിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ വെടിവെക്കും. പെട്ടെന്ന് ഒരാൾ ആക്രോശിച്ചുകൊണ്ട് ഗണ്ണുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ആർക്കാണ് ഭയം തോന്നാത്തത്? എത്ര വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും ഭയം വരാം. എന്നാൽ അയാൾ ആ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പറയുകയാണ്, ഞാൻ തള്ളിപ്പറയില്ല. ഭയം അകത്തുള്ളപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുമ്പോൾ അതാണ് ശരിക്കുള്ള ധൈര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ബൈബിളിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് ഭയമില്ലായ്മയല്ല. ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലും ഒളിച്ചോടുന്നതിന് പകരം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തെ സ്നേഹിക്കാനും അവനിലെ വിശ്വാസത്തെ തുടരാനുമുള്ള തീരുമാനമാണ് ധൈര്യം. ഉദാഹരണം പറഞ്ഞാൽ, ജോഷുവ ഹാഡ് ടു സ്റ്റെപ്പ് ഫോർവേഡ് ബിഫോർ ദ വാൾസ് ഫെൽ. യെരിഹോ മതിൽ വീഴുന്നതിന് മുൻപ് തന്നെ ജോഷുവയ്ക്ക് മുന്നോട്ട് ചില ചുവടുകൾ വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നിൽക്കുക, പക്ഷെ ഇവർ ചുവടുകൾ വെച്ച് നടന്ന് ഓരോ ദിവസവും നടക്കുന്നു. എസ്തർ സ്പോക്ക് ബിഫോർ നോയിങ് ദി ഔട്ട്കം. എസ്തർ രാജസന്നിധിയിലേക്ക് ചെന്നിട്ട് തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇസ്രായേൽ ജനങ്ങൾ, യഹൂദന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ജീവൻ പോകാമായിരുന്നു. കാരണം അത് നിയമിക്കപ്പെട്ട സമയമല്ല അവിടെ കയറി ചെല്ലാൻ. രാജാവിൻ്റെ മുമ്പിൽ കയറുവാനുള്ള സമയമല്ലായിരുന്നു. പക്ഷെ അവൾ ധൈര്യം 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി അങ്ങ് ചെല്ലുവാണ്. എഴുതി വെക്കുക, ജോഷുവ 1:7, ബി സ്ട്രോങ് ആൻഡ് വെരി കറേജസ്. കർത്താവ് തന്നെ ജോഷുവോട് പറയണം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. സാം 31:24, സങ്കീർത്തനങ്ങൾ 31:24, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർട്ട്. നിങ്ങൾ ഉറപ്പോടുകൂടി നിൽക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 4:29, എനേബിൾ യുവർ സെർവൻസ് ടു സ്പീക്ക് വിത്ത് ഗ്രേറ്റ് ബോൾഡ്നസ്. ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുവാൻ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആദിമ സഭയിലെ വിശ്വാസികൾ. സകല ആശ്വാസവും അപ്രത്യക്ഷമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടാലും വിശ്വാസമുള്ള ഒരാള് മുന്നിലേക്ക് തന്നെ ചുവടുവെക്കും. ഇപ്പോൾ ഒരു അഗ്നിശമന സേന, ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് തീയിനൊക്കെ പേടിയുണ്ട്. പക്ഷേ അവർക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ തീ കെടുത്തണം, അല്ലെങ്കിൽ ഒരു വണ്ടി കത്തുപിടിച്ചു, അതിൻ്റെ അടുത്തോട്ട് ചെന്നാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ അകത്തേക്ക് സാഹസികമായി ചെന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുക. എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ട്, അവർക്കും രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്. തീ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടുകയല്ല ചെയ്യുന്നത്. എല്ലാവരും തീ വരുമ്പോൾ ഫ്ലാറ്റിൽ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ അഗ്നിശമന സൈന്യം തീയിലോട്ടാ ചെല്ലുന്നത്. അതിന് കാരണം ഭയമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ഉത്തരവാദിത്വം അതിനേക്കാൾ വലുതാണ്, ഭയത്തേക്കാൾ വലുതാണ്. ഇതുപോലെ ഭയത്തെ ജയിക്കണമെങ്കിൽ ഭയത്തേക്കാൾ വലിയ വിശ്വാസം, ഭയത്തേക്കാൾ വലിയ ഉദ്ദേശ്യം, ഉത്തരവാദിത്വം നമ്മൾ കാണുന്നു. നമ്പർ 4, ഗോഡ് സ്ട്രെങ്തൻസ് ദോസ് ഹു സ്റ്റാൻഡ് ഫോർ ഹിം. ഇനി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ശക്തീകരിക്കും. അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ധൈര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ധൈര്യം ഉണ്ടാകണമെന്നില്ല, എന്നാൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ദൈവം ശക്തീകരിക്കുകയും ചെയ്യും. ബിലീവേഴ്സ് ഡു നോട്ട് സ്റ്റാൻഡ് അലോൺ. ഒരിക്കലും വിശ്വാസികൾ അനാഥരല്ല, വിശ്വാസികൾ ആലംബമില്ലാത്തവരല്ല, വിശ്വാസികൾ ഒറ്റപ്പെട്ടവരല്ല. യെശയ്യാവിന്റെ പുസ്തകം 41:13, ഐ ആം ദ ലോർഡ് യുവർ ഗോഡ് ഹു ടേക്സ് ഹോൾഡ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ്. ഞാൻ നിന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. 2 തിമോത്തിയോസ് 4:17, ദ ലോർഡ് സ്റ്റുഡ് അറ്റ് മൈ സൈഡ് ആൻഡ് ഗേവ് മീ സ്ട്രെങ്ത്. എന്നാൽ കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ശക്തി നൽകി. ആവർത്തന പുസ്തകം 31:6, ഹി വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക് യു. അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ ഗോഡ് സപ്ലൈസ് സ്ട്രെങ്ത് ഫോർ ദ ബാറ്റിൽസ് ഹി കോൾസ് us to face. ഏതെല്ലാം യുദ്ധങ്ങൾ നേരിടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ആ യുദ്ധങ്ങൾ ചെയ്യാൻ ആവശ്യമായ ധൈര്യം, ശക്തി ദൈവം തന്നിരിക്കും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയുടെ ഉപസംഹാരമായിട്ട് ഞാൻ പറയുകയാണ്, വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ പ്രോജക്റ്റുകളിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് ഒരിക്കലും പുറകിലേക്ക് പോകരുത്. അതുപോലെ ഡു നോട്ട് കോംപ്രമൈസ് ബിക്കോസ് ഓഫ് ഫിയർ. ഭയം വരുന്നത് കൊണ്ട് ഒരിക്കലും
മറ്റുള്ളവരുമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെന്ന് ചിന്തിക്കരുത്. ഡു നോട്ട് സറണ്ടർ ബിക്കോസ് ഓഫ് ഓപ്പോസിഷൻ. എതിർപ്പ് വന്നു എന്നതുകൊണ്ട് വഴിപ്പെടരുത്, വിധേയപ്പെടരുത്. അങ്ങനെ നമ്മൾ ഉറച്ചു നിൽക്കാമെങ്കിൽ ദൈവം നമ്മെ അത് ഫേസ് ചെയ്യാനുള്ള മെൻ്റൽ കറേജ് എല്ലാം തന്ന് നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കണമെന്ന്? കർത്താവെ, പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇതിലെ ഓരോരുത്തരെയും ഇപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. രോഗികൾക്കായും പ്രാർത്ഥിക്കുന്നു. ഈ അഡിക്ഷൻസ് ഉള്ള, പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപക്ഷെ മദ്യപാനമാകാം, സിഗരറ്റ് വലിക്കുന്നതാകാം, ഡ്രഗ്സ് ആകാം, വടവർ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പുറത്തു വരണം, പക്ഷേ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അവരെല്ലാം പുറത്തു വരട്ടെ. ഐ ബ്രേക്ക് ദാറ്റ് അഡിക്ഷൻ ഇൻ ജീസസ് നെയിം. ഈ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മുഴകൾ പോലെ വരുന്നു, പീരിയോഡിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അസ്ഥികൾക്ക് പ്രയാസമുള്ള, അതുപോലെ അസ്ഥികൾക്കകത്ത് മജ്ജയ്ക്ക് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം അടിപ്പിണറുകളാലുള്ള സൗഖ്യം ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന വിഷയങ്ങൾ കാണും. ബ്ലെസ്സിംഗ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പലരുടെയും കയ്യിലുണ്ട്, അതിലേക്ക് അയക്കുക. അല്ലെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.